കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിട്ടു. അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ സബാഹാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ജൂണിലാണ് നിലവിലെ പാർലമെന്റ് അധികാരമേറ്റത്. ഗിരീഷ് ഒറ്റപ്പാലം നൽകും വിവരങ്ങൾ. കുവൈറ്റിൽ നിന്നും ഗിരീഷ്, വിശദാംശങ്ങൾ. അരുണ, അല്പസമയം മുൻപാണ് കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിട്ടത്. അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബാഹാണ് അല്പനേരം മുമ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2023 ജൂൺ 6-നാണ് നിലവിലെ പാർലമെന്റ് അധികാരത്തിൽ വന്നത്. കുവൈറ്റിൽ തെരഞ്ഞെടുപ്പിലൂടെ 50 അംഗങ്ങളാണ് പാർലമെന്റിൽ എത്തുക. 5 പ്രവിശ്യകളിൽ നിന്നായി കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന 10 പേർ വീതം പാർലമെന്റിൽ എത്തുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. നിലവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം മാത്രം പ്രായമായ പാർലമെന്റാണ് പിരിച്ചുവിട്ടത്. ഭരണഘടനയുടെ 107 ആർട്ടിക്കിൾ പ്രകാരം കുവൈറ്റ് അമീറാണ് ഈ നടപടി സ്വീകരിച്ചത്. പാർലമെന്റ് പിരിച്ചുവിട്ട് 2 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അതിനാൽ തന്നെ പുതിയ തിരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ജനാധിപത്യ രീതിയിൽ പാർലമെന്ററി സംവിധാനം നിലവിലുള്ള രാജ്യമാണ് കുവൈറ്റ്. നിലവിലെ പാർലമെന്റ് പിരിച്ചുവിടുന്നതിനുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. അരുണ, ശരി. കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുന്നു. കുവൈറ്റിൽ നിന്നും ഗിരീഷ് ഒറ്റപ്പാലമാണ് വിശദാംശങ്ങൾ നൽകിയത്.